ഹലോ ഫ്രണ്ട്സ്, ചെമ്പകം വ്ളോഗ്സിൻ്റെ പുതിയൊരു ക്ഷേത്ര വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. എൻ്റെ ചാനൽ കാണുന്ന പലർക്കും അറിയാം, കൂടുതൽ വീഡിയോസും ക്ഷേത്രങ്ങളെക്കുറിച്ചാണ്. എൻ്റെ കൂടുതൽ യാത്രകളും ക്ഷേത്രങ്ങളിലേക്കാണ്. ഗുരുവായൂരിൽ നിന്നും തുടങ്ങിയ യാത്രയാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി പ്രശസ്തമായ ഒരുപാട് ക്ഷേത്രങ്ങളിൽ എനിക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. ഭക്തിക്കപ്പുറം ഇവിടെ എനിക്ക് സന്തോഷവും സമാധാനവുമാണ്. ജോലി കഴിഞ്ഞ് വീട്, അത് കഴിഞ്ഞാൽ വീണ്ടും ജോലി എന്ന് മാത്രം വിചാരിച്ച് പോയിക്കൊണ്ടിരുന്ന എൻ്റെ ലൈഫ് കംപ്ലീറ്റായിട്ട് ചേഞ്ചാക്കിയ എൻ്റെ ഗുരുവായൂരപ്പനും എൻ്റെ സുഹൃത്ത് സ്റ്റെഫിക്കും ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നു. ആറന്മുളയിലേക്ക്, പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. കേരളത്തിലെ ഏറ്റവും വിശുദ്ധമായ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട ജില്ലയിലെ പമ്പാ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. മഹാഭാരതവുമായി അഭേദ്യമായ ബന്ധമുള്ള ഈ ക്ഷേത്രം 108 ദിവ്യദേശങ്ങളിൽ ഒന്നായും പാണ്ഡവരുമായി ബന്ധപ്പെട്ട 5 മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒന്നായും ആരാധിക്കപ്പെടുന്നു. ഇവിടെ ശ്രീകൃഷ്ണനെ അർജുനൻ്റെ സാരഥിയായ പാർത്ഥസാരഥി രൂപത്തിലാണ് ആരാധിക്കുന്നത്. മഹാഭാരത യുദ്ധത്തിനു ശേഷം കർണനെ ആയുധമില്ലാത്ത സമയത്ത് വധിച്ചതിലുള്ള മാനസിക വിഷമത്തിന് പ്രായശ്ചിത്തമായി അർജുനൻ ഈ ക്ഷേത്രം സ്ഥാപിച്ചു എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രം പാണ്ഡവരുമായി ബന്ധപ്പെട്ട 5 ക്ഷേത്രങ്ങളിൽ അർജുനൻ്റെ ക്ഷേത്രമായി അറിയപ്പെടുന്നു. ആറന്മുള എന്ന പേരിനും മനോഹരമായൊരു കഥയുണ്ട്. 6 മുളകൾ ചേർത്ത് നിർമ്മിച്ച ചങ്ങാടത്തിൽ വിഗ്രഹം ഇവിടെ എത്തിച്ചു എന്നാണ് ഐതിഹ്യം. 6 എന്നതും മുള എന്നതും ചേർന്നാണ് ആറന്മുള എന്ന പേരുണ്ടായതെന്നാണ് വിശ്വാസം. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശ്രീകൃഷ്ണനാണ്. എന്നാൽ സാധാരണ ബാലകൃഷ്ണനെയോ വേണുഗോപാലിനെയോ അല്ല. മഹാഭാരത യുദ്ധത്തിൽ അർജുനൻ്റെ സാരഥിയായ പാർത്ഥസാരഥി രൂപത്തിലാണ് ഭഗവാനെ ആരാധിക്കുന്നത്. ഭക്തർ വിശ്വസിക്കുന്നത് ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ശരിയായ വഴി കാണിച്ചു തരുന്ന ഗുരുവായി പാർത്ഥസാരഥി ഭഗവാൻ അനുഗ്രഹിക്കുമെന്നാണ്. പരമ്പരാഗത കേരള ശൈലിയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. മരത്തിൽ കൊത്തിയ ശില്പങ്ങളും പുരാതന ചുമർ ചിത്രങ്ങളും ക്ഷേത്രത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ വടക്കുവശത്ത് നിന്ന് പമ്പാ നദിയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന പടവുകളും ഭക്തർക്ക് ആത്മീയ അനുഭവം നൽകുന്നു. ആറന്മുള എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ലോകപ്രശസ്തമായ ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണ്. ഇതൊരു മത്സരം മാത്രമല്ല, ഭഗവാനോടുള്ള സമർപ്പണത്തിൻ്റെ ഭാഗമായൊരു ആചാരമാണ്. അതുപോലെ പ്രശസ്തമാണ് വള്ളസദ്യയും. പള്ളിയോടങ്ങളിലെ തുഴച്ചിൽക്കാരെ ആദരിച്ച് നടത്തുന്ന ഈ സദ്യയിൽ 60-ലധികം വിഭവങ്ങൾ വരെ ഉണ്ടാകാറുണ്ട്. ഭക്തിയുടെയും ആതിഥ്യത്തിൻ്റെയും അപൂർവ മാതൃകയായി ഇത് കണക്കാക്കപ്പെടുന്നു. ഈ ക്ഷേത്രത്തിന് ശബരിമലയുമായും അടുത്ത ബന്ധമുണ്ട്. മണ്ഡലകാലത്ത് അയ്യപ്പസ്വാമിയുടെ തിരുവാഭരണ യാത്ര ഇവിടെ എത്തിച്ചേരുകയും ക്ഷേത്രത്തിൽ വിശ്രമിച്ച ശേഷമാണ് ശബരിമലയിലേക്ക് തുടരുകയും ചെയ്യുന്നത്. കൂടാതെ അയ്യപ്പസ്വാമിയുടെ തങ്ക അങ്കിയും ഇവിടെ സൂക്ഷിക്കപ്പെടുന്ന പുണ്യവസ്തുക്കളിൽ ഒന്നാണ്. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ശാന്തതയും പമ്പാ നദിയുടെ മനോഹര കാഴ്ചയും ക്ഷേത്രമണിയുടെ നാദവും ഭക്തരുടെ പ്രാർത്ഥനകളും മനസ്സിന് അപൂർവമായ ആത്മീയ അനുഭവം സമ്മാനിക്കുന്നു. ഇവിടെ എത്തുന്ന ഓരോ ഭക്തനും സമാധാനവും ഭഗവാന്റെ അനുഗ്രഹവും അനുഭവിച്ചാണ് മടങ്ങുന്നത്. മഹാഭാരത ചരിത്രവും ഭക്തിയും സംസ്കാരവും പാരമ്പര്യവും ഒരുമിക്കുന്ന അത്ഭുത തീർത്ഥാടന കേന്ദ്രമാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. കേരളത്തിലെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ ദർശനം നടത്തേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെയും കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും ഇനിയും കേരളത്തിലെ മനോഹരമായ ക്ഷേത്രങ്ങളുടെയും യാത്രകളുടെയും വീഡിയോകൾക്കായി ചെമ്പകം വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും വിശേഷങ്ങളും ഒക്കെയായി മറ്റൊരു യാത്രയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.